ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം. ഈ സമയത്ത് നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. ആ മലയിലെ ക്ഷേത്രത്തിലെ പൂജാരി മോളോട് പറഞ്ഞ പോലെ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു ആൺകുഞ്ഞ് മോൾക്ക് ജനിക്കും. കിളവന്നല്ല ഒന്നാന്തരം പണിയാണല്ലോ തന്നത്. ഞാൻ ഇതുവരെ ചെയ്തതും പറഞ്ഞതും എല്ലാം പാഴായി. ഇതെവിടെ വരെ പോകും നോക്കാം. മോൾ ഇതൊന്നും കേട്ട് മനസ്സ് തകരരുത്. ആ ജ്യോത്സ്യം പറഞ്ഞു ഒന്നും സത്യമല്ലെന്ന് വിശ്വസിക്കാനാ അച്ഛനിഷ്ടം. അങ്ങനെ സംഭവിക്കൂ. നെല്ലിശ്ശേരിയിലെ ആരും അത്രയ്ക്ക് വലിയ ദ്രോഹമൊന്നും ആരോടും ചെയ്തിട്ടില്ല. മോള് ധൈര്യമായിട്ട് ചെല്ല്. എല്ലാത്തിനും അച്ഛൻ കൂടെയുണ്ട്. ചെല്ലുമോളെ. അച്ഛൻ അർച്ചനോട് പറഞ്ഞല്ല ഞാൻ കേട്ടു. നന്നായച്ച. ഇപ്പൊ അർച്ചനയുടെ മനസ്സിന് ധൈര്യം കൊടുക്കുക എന്നുള്ളതാ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ അവളോട് എന്തു പറയും? അവൾ കേട്ടതെല്ലാം സത്യമാണെന്ന് പറയാൻ പറ്റൂ? അങ്ങനെ പറഞ്ഞാൽ അവൾക്കത് താങ്ങാൻ കഴിയുമോ? അവളുടെ കണ്ണീര് കൂടി ഞാൻ എന്തിനാ കാണുന്നത്? ഇപ്പൊ ഈ അനുഭവിക്കുന്നൊക്കെ തന്നെ ധാരാളം. ഇനി ആ ജ്യോത്സ്യന് തെറ്റുപറ്റിയതാണെങ്കിലോ? ദൈവങ്ങള് അങ്ങനെ ചതിക്കോ? അതും അർച്ചനയെ പോലെ എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണിനോട്. ദൈവത്തിന് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല. അച്ഛൻ പറയുന്നത് തന്നെയാ ശരിയെന്നാ എനിക്കും തോന്നുന്നത്. എല്ലാ ജ്യോത്സ്യന്മാരും പറയുന്നത് ശരിയാവണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ വേറൊരു ജ്യോത്സ്യനെ കൂടെ കണ്ടു നോക്കാം. വേണ്ട, ഇനി ഒരു ജ്യോത്സ്യനെയും കാണണ്ട. എല്ലാം വിധി പോലെ വരട്ടെ. ഇതോടുകൂടി നെല്ലിശ്ശേരി വീട് മുടിഞ്ഞു പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ. അതല്ല, അർച്ചനയുടെ വയറ്റിലെ കുഞ്ഞ് നെല്ലിശ്ശേരി വീട്ടിൽ ജനിക്കാനാണ് വിധിയെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. ബാക്കിയൊക്കെ എല്ലാവർക്കും വരുന്നത് പോലെ അനുഭവിക്കാം. ഓ, അപ്പൊ കളി തിരിഞ്ഞു. കഥയിൽ പുതിയ ട്വിസ്റ്റായി. അവന്തികയുടെ എല്ലാ പദ്ധതികളും സേതുമാധവൻ പൊളിച്ചു. എടോ കിളവാ, ഇതിനുള്ള മറുപടി തനിക്ക് ഞാൻ തരുന്നുണ്ട്.